ഇന്നത്തെ പരിപാടി കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പൊങ്കൽ ആഘോഷിക്കാൻ പോയപ്പോൾ വഴിയിൽ കണ്ട വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ. കേരള തമിഴ്നാട് ബോർഡർ കഴിഞ്ഞതോടെ എന്തോരു മാറ്റങ്ങളാണ് കേട്ടോ മാറിയത്. വല്ലാത്തൊരു മാറ്റമായിപ്പോയി. നല്ല പീസ്ഫുൾ വൈബ് സ്ഥലം. അത് കഴിഞ്ഞ് എസ് വളവ് ഇറങ്ങി തിരിച്ചതും ആദ്യം കണ്ണിൽ അപ്രത്യക്ഷപ്പെട്ട വണ്ടി അത് നമ്മുടെ കേരള വണ്ടിയായ ആനവണ്ടി തന്നെ. തമിഴ്നാട്ടിൽ കയറിയപ്പോൾ തന്നെ എന്നെ വിസ്മയിപ്പിച്ച കാഴ്ചകൾ ഇതൊക്കെ തന്നെ. ഹെൽമറ്റ് പോലും ഇല്ലാതെ പോലീസ് വണ്ടിയെ ഓവർടേക്ക് ചെയ്യുന്ന രണ്ട് നല്ല തമിഴ് പസംഗ. ഇതിക്ക് മുമ്പ് ഞാനും എൻ സുഹൃത്തും രണ്ട് ഹെൽമറ്റ് പോട്ട് ഇരുന്നപ്പോ இந்த പോലീസ് சொன்னது நீங்க ஸ்பைஸா അത ചന്ദ്രനാ ഉങ്ക ഊരങ്കപ്പാ. എന്നെ തമിഴ്നാട്ടിൽ നിന്നും ഇൻസ്പയറിംഗ് ആക്കിയ അടുത്ത കാഴ്ചകൾ ഇതാകുമ്പോൾ ഒരു ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരു ബൈക്കിൽ യാത്ര ചെയ്യാം. ഇതൊക്കെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ബ്ലോക്കുകൾ കുറയ്ക്കാം, ചെലവുകൾ അതിലും കുറയ്ക്കാം. പൊങ്കൽ ദിവസമായോണ്ട് മിക്ക കടകളും എല്ലാം അടവുകളായിരുന്നു. നല്ല തിരക്കുകൾ കണ്ട് കയറി ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അത് ചായയല്ല, ചാരായ കടയായിരുന്നു. വീണ്ടും നിരാശയാവാതെ ഞാൻ കൈ ചൂണ്ടിക്കാണിച്ചു. സുഹൃത്തെ, അവിടെ ഒരു കടയുണ്ടെന്ന്. ഞാനും അദ്ദേഹവും കൂടി ആ ചായക്കടയിലേക്ക് കടന്നു. പൊങ്കലായോണ്ട് നല്ല തിരക്കുകളുണ്ടായിരുന്നു. പലതര പലഹാരങ്ങളും പലതര കടികളും കണ്ടതിൽ എന്റെ കണ്ണിലുടക്കിയത് ഇതാണ്. എങ്കിൽ ഇതൊന്ന് വാങ്ങിച്ചു നോക്കി. കാഴ്ചയിൽ മോദകം സുഖിയൻ എന്നൊക്കെ തോന്നിക്കും, എന്നാൽ കഴിച്ചപ്പോൾ ഒരു സവാള വട, ഒരു പരിപ്പോട, അതിന്റെയൊക്കെയോ മിക്സിംഗ് ടേസ്റ്റ്. അവിടെ നിന്നിറങ്ങി 100-110 എന്ന് കത്തിച്ചു വിട്ടപ്പോൾ അടുത്ത വണ്ടി ഇതാ ഏറി നിൽക്കുന്നു. ഇതെന്താ സംഭവം അറിയാൻ താഴ്ത്തു നോക്കിയപ്പോൾ ഷട്ടർ മുതൽ ഫ്ലെക്സ് വരെ വിജയണ്ണന്റെ. അപ്പോഴേ പിടികിട്ടി ഇതേതോ വിജയണ്ണന്റെ കടുത്ത ആരാധകനാണ്. വീണ്ടും മുമ്പോട്ട് പോയപ്പോൾ വെള്ളച്ചാട്ടം അതും ആസ്വദിച്ചുകൊണ്ട് ഇനിയാണ് നമ്മുടെ പൊങ്കൽ പരിപാടി കാണാൻ പോകുന്നത്. അപ്പോൾ വീണ്ടും സന്ധ്യയ്ക്ക് വരക്കം. വണക്കം.